പാവങ്ങളുടെ മോഹൻലാൽ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന നിവിൻ പോളിക്ക് നല്ല നമസ്കാരം. അല്ല, നല്ല നമസ്കാരം എന്നൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുപ്പയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം കണക്കിന് തലയ്ക്ക് മേലെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നല്ല നമസ്കാരമൊക്കെ നേരാൻ കഴിയുക, അല്ലേ? ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ അത് നിവിൻ പോളിയെ കുറിച്ചുള്ളതാണ്. മറ്റ് അനേകം പ്രമുഖരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ അവസാനത്തെ കണ്ണിയായി ഇപ്പോൾ പങ്കുചേരാൻ സാധിച്ചിരിക്കുന്നത് നിവിൻ പോളിക്കാണ്. എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നിവിൻ പോളിയെ അറിയിച്ചുകൊള്ളുന്നു. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് എങ്കിൽ 2 മാസം മുൻപെയാണ്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനും 2 മാസം മുൻപെയാണ് ഈ ഒരു യുവതി തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം റൂറൽ എസ് പിക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകുന്നത്. പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും നിരവധിയായിട്ടുള്ള മീറ്റു ആരോപണങ്ങളും ഒക്കെ മുന്നോട്ട് വന്ന ആ ഒരു അവസരത്തിൽ ഈ റൂറൽ എസ് പി എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനുമൊക്കെ അടുത്ത് കിടക്കുന്ന ഊന്നുക്കൽ എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൈമാറുന്നു. ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തന്നെ ദുബായിൽ വെച്ച് നിവിൻ പോളി അടങ്ങിയ 6 അംഗ സംഘം പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്നതാണ്. നിലവിൽ 6 പ്രതികളുള്ള കേസിൽ 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ചേർത്തിരിക്കുന്നത്. ഇതിനു പുറമെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സിനിമാ നിർമ്മാതാവായ AK സുനിലാണ്. സിനിമയിൽ അവസരം നൽകാം എന്ന വാഗ്ദാനം നൽകി തന്നെ ദുബായിലെ ഒരു ഹോട്ടൽ മുറിയിൽ എത്തിച്ച് അവിടെ വെച്ച് ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. യുവതിയുടെ പരാതിയിന്മേൽ ഒരു വനിതയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ വനിത യുവതിയുടെ സുഹൃത്തായിരുന്നുവെന്നും ഇവരാണ് തന്നെ ഈ സിനിമാ സംഘത്തിലേക്ക് അടുപ്പിച്ചതെന്നും ഈ യുവതി പറയുന്നു. എറണാകുളം റൂറൽ എസ് പിക്ക് ലഭിച്ച ഈ പരാതിയിന്മേൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചിരുന്നു. ഈ പ്രാഥമികമായ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഇതിനെ തുടർന്നാണ് FIR ഇടുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായത്. നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു പരാതിയിൽ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മറ്റൊന്നുമല്ല, സംഭവം നടക്കുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസി എന്ന് പറയുന്നത് ദുബായ് ആണ്. ദുബായിൽ വെച്ച് ഈ ഒരു സംഭവം നടക്കുന്നു എന്നതിന്റെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾക്കുമായി വേണ്ടി ഹോട്ടൽ സന്ദർശിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് അന്വേഷണത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള കാരണമാകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇത്രയും ദൂരത്തുള്ള ആ ഹോട്ടലിൽ നിലവിൽ തെളിവുകൾ ശേഷിക്കുന്നുണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആരോപണത്തിന്മേലുള്ള കേസിന്റെ ഭാവി എന്താണെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. തനിക്ക് നേരെ നടക്കുന്നത് ബോഡി ഷെയ്മിംഗ് ആണ്, സൈബർ ബുള്ളിയിങ് ആണെന്ന് നാളേക്ക് 40 വട്ടവും നിലവിളിക്കുന്ന ഈ നിവിൻ പോളിയും അയാളുടെ ഫാൻസിനും ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. സിനിമകൾ ഓരോന്നായി വരിയായി നിന്ന് പൊട്ടുന്ന സാഹചര്യത്തിൽ അഭിനയ മികവ് എന്നതിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള മേനി പറയുവാനും നിവിൻ പോളിക്കില്ല. അതിന് പുറമെയായിട്ട് കുറെ ക്യൂട്ട്നെസ് വാരി എറിയുന്ന ചില ചെറുപ്പക്കാരൻ വേഷങ്ങൾ ചെയ്യാനുള്ള ശാരീരിക മികവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മെയ്വഴക്കമോ ഇപ്പോൾ നിവിൻ പോളിയിൽ ശേഷിക്കുന്നില്ല. മോശം സിനിമകളുടെ തിരഞ്ഞെടുപ്പും അതിനു പുറമെ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് ആരുടെയും കണ്ണു തള്ളും മാതിരിയുള്ള പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നതും നിവിൻ പോളിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിവെട്ടുന്ന കാര്യങ്ങളായിരുന്നു. അതിനു പുറമെ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണം കൂടി നടന്റെ മേൽ വന്നു ചാർത്തപ്പെട്ടതിനാൽ പുതിയ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ നിവിൻ പോളിക്കും ആശങ്കയുണ്ടാവാനാണ് സാധ്യത. ഒറ്റക്കടിച്ചു കയറി വന്നവനാണ് എന്ന് സെല്ലിലോയിഡിൽ ഇരുന്ന് തട്ടഹസിക്കുന്ന നിവിൻ പോളി കഥാപാത്രത്തെ ഈ അടുത്ത് കാണുകയുണ്ടായി. അത്തരത്തിൽ നിവിൻ പോളി പറഞ്ഞ ഒറ്റക്കടിച്ച് കയറി വന്നവനാണ് എന്ന വാക്യത്തെ അക്ഷരാർത്ഥത്തിൽ തെറ്റിക്കും മട്ടിൽ കൂടെ 5 പേരുടെ കൂടി അടിച്ചു കയറൽ ഈ കേസിൽ നിവിൻ പോളിക്കൊപ്പമുണ്ട്. കേസിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ ആ ആരോപണങ്ങളിലെ നെല്ലും പതിരും തിരഞ്ഞെടുക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമെങ്കിൽ നിവിൻ പോളി ഇനിയുള്ള കാലം വീട്ടിലിരുന്ന് ഫിഷ് മോളി ഉണ്ടാക്കുന്നതാവും ഉചിതം.